വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നിവിടെ ഒരു ബട്ടർ മഷ്റൂമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ബട്ടർ മഷ്റൂം ഈസി സ്റ്റെപ്സിൽ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു മൈ വീഡിയോ. ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയ മഷ്റൂം സ്ലൈസ് ചെയ്തെടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 500 ഗ്രാം മഷ്റൂംസ് ആണ്. നമ്മൾ മഷ്റൂംസ് കട്ട് ചെയ്യുമ്പം ഒരു മഷ്റൂം ഒരു 3 പീസസ് ആയിട്ട് നമുക്ക് സ്ലൈസ് ചെയ്തെടുത്താൽ മതിയായിരിക്കും. ഇനി വേണ്ടത് ഒരു ചെറിയ ഒനിയൻ നല്ലതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല തിന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ഇനി വേണ്ടത് നമുക്ക് കുറച്ച് മല്ലിയിലയും പാഴ്സലി ലീവ്സുമാണ്. അത് ഫ്രഷ് ആയിട്ടുള്ള ലീവ്സ് തന്നെ എടുക്കണം. ഇനി നമുക്ക് പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ ടോട്ടലി 3 ടേബിൾ സ്പൂൺ ആണ് വേണ്ടത്. ആദ്യം നമ്മൾ 1 ടേബിൾ സ്പൂൺ മാത്രം ഇട്ട് കൊടുക്കുക. അത് മെൽറ്റായതിനു ശേഷം നമ്മൾ അതിലേക്ക് നമ്മുടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള 2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ആദ്യം തന്നെ എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ബ്രൗണിഷ് കളറിലേക്ക് പോകും. നമ്മുടെ ബട്ടർ കരിഞ്ഞു പോകും. അത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ രണ്ടായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഗാർലിക് ഗ്രാനുൾസ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അത് നമ്മളൊരു 1 ടേബിൾ സ്പൂൺ ഗാർലിക് ഗ്രാനുൾസ് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം. ഈ ഗാർലിക് ഗ്രാനുൾസ് എന്ന് പറയുന്നത് ശരിക്കും ഡ്രൈ ഗാർലിക്കാണ്. അത് നമുക്ക് നല്ലൊരു ഫ്ലേവർ നമ്മുടെ ഈ ഒരു ഡിഷിന് തരും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 1 ടേബിൾ സ്പൂൺ ഗാർലിക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി നമ്മുടെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂംസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു 1-1.5 ടീസ്പൂൺ ഉപ്പ് മാത്രം മതിയായിരിക്കും. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് വാട്ടർ ഒഴിക്കുകയോ ഒന്നും ചെയ്യരുത്. കാരണം മഷ്റൂമിൻ്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് വാട്ടർ നമ്മൾ കുക്ക് ചെയ്യുമ്പം ഇറങ്ങി വരും. ആ വാട്ടറിൽ തന്നെയാണ് നമ്മളത് കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ അഡീഷണലായിട്ട് വാട്ടർ ഒഴിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് ഒരു 5 to 6 മിനിറ്റ്സ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. കണ്ടോ, അതിലെ വാട്ടർ എല്ലാം ഇറങ്ങി വരുന്നുണ്ട്. ആ വാട്ടറിൽ തന്നെയാണ് നമ്മളിത് കുക്ക് ചെയ്ത് അത് കുക്കായി വന്നോളൂ. ഇനി നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് തന്നെ നമ്മളിങ്ങനെ നല്ല ഹൈ ഫ്ലെയിമിൽ നല്ലപോലെ വഴറ്റിയെടുക്കുക. നമുക്കിപ്പം ഒരു സ്പൈസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വൈറ്റ് പെപ്പറാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അതൊരു 1/2 ടീസ്പൂൺ വൈറ്റ് പെപ്പറാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത്. നമ്മളിനി ഇത് നല്ലതുപോലെ ഇങ്ങനെ വഴറ്റി അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് മൊത്തം ഡ്രൈ ആവുന്നോടം വരെ നമ്മളിത് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഗ്രീൻ പീസ് ഇടുക. അതൊന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് നമുക്ക് അവസാനമായിട്ട് കുറച്ച് ഗാർലിക് പൗഡർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഗാർലിക്ക് നമ്മളിടുമ്പോൾ നമ്മുടെ ഈ ഡിഷിൻ്റെ തന്നെ ഫ്ലേവർ നല്ലപോലെ ഇമ്പ്രൂവ് ആവും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഗാർലിക് പൗഡറും കൂടെ ഇതിലേക്ക് സ്പ്രിങ്കിൾ ചെയ്യുന്നത്. ഇതൊരു 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബട്ടർ മഷ്റൂം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമുക്ക് ഈസി ആയിട്ട് ബട്ടർ മഷ്റൂം ഉണ്ടാക്കാൻ പറ്റും. ഇത് നമുക്ക്
റൈസിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ഏത് ബ്രെഡിൻ്റെ കൂടെ ആണെങ്കിലും നമുക്കൊരു സൈഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് വഴി എന്നെ അറിയിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. ടേക്ക് കെയർ.